ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദിനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തല്ലിച്ചതച്ച സംഭവത്തിൽ സംസ്ഥാനമെങ്ങും പ്രതിഷേധം ഇരമ്പി. വിവിധ ജില്ലകളിൽ ABVPയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചുകൾ സംഘർഷത്തിൽ കലാശിച്ചു. തിരുവനന്തപുരം തിരുമലയിൽ വിദ്യാഭ്യാസ മന്ത്രി BJP യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. അതേസമയം നാളെ സംസ്ഥാന വ്യാപകമായി ABVP വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഇന്നും കലുഷിതമായിരുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ABVP പ്രവർത്തക മാർച്ച് നടത്തി. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ABVPയുടെ പ്രതിഷേധ പ്രകടനം നടന്നു. എന്തായാലും ഇതുവരെയായി ഇന്നലെ 24 മണിക്കൂർ പിന്നിടുന്നു. EU ഈശ്വരപ്രസാദിനെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പരസ്യമായി ക്രൂരമായി മർദ്ദിച്ച SFI, CPM, CATU, DYFI ഗുണ്ടകളിൽ ഒരാളെപ്പോലും തമ്പാനൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർക്കെതിരെ എന്തെങ്കിലും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ ടിൻഡു? അനിൽ നമ്പ്യാർ, കഴിഞ്ഞ 2 ദിവസമായിട്ട് സംസ്ഥാനത്ത് നടക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. കാരണം നമുക്കറിയാം, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ പ്രതിഷേധം ഉയർത്തിയ ABVP പ്രവർത്തകരെ പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ SFI വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ SFIയുടെയും അതോടൊപ്പം തന്നെ CITUവിൻ്റെയും DYFIയുടെയും ഒക്കെ പ്രവർത്തകർ നടു റോഡിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ തല്ലിച്ചതച്ചത്. അപ്പോൾ അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ട് വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെ ABVPയുടെ ഭാഗത്തു നിന്നും പ്രതിഷേധമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം തമ്പാനൂര് പോലീസ് സ്റ്റേഷൻ സമീപത്ത് പോലീസിന്റെ മുന്നിൽ വെച്ച് ഈ ABVP സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഈശ്വരപ്രസാദിനെ ഈ ജില്ലയിലെ തന്നെ നേതാക്കന്മാരായിട്ടുള്ള SFI പ്രവർത്തകരും അതോടൊപ്പം തന്നെ DYFIയുടെ പ്രവർത്തകരും CPMന്റെ വാർഡ് കൗൺസിലർ ഉൾപ്പെടെ ചേർന്ന് ഈ ABVP പ്രവർത്തകരെ ക്രൂരമായിട്ട് തല്ലിച്ചതയ്ക്കുകയും അവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നത്. പക്ഷേ ഈ നിമിഷം പിന്നിടുമ്പോഴും കണ്ടാൽ അറിയാവുന്ന ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് SFIയുടെ തന്നെ പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കളെയും പ്രവർത്തകരെ ഉൾപ്പെടെ പോലീസിന് അവരെ അവരെ കസ്റ്റഡിയിലെടുക്കാനോ ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള ഒരു നടപടികളിലേക്ക് പോകാനോ പോലീസിനായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഘട്ടം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേസ് എടുത്തിട്ടുണ്ട്. അതായത് ഈ സംഭവത്തിലാണ്, അതായത് ഈ റോഡിൽ ഇത്തരത്തിലുള്ള അടിപിടി നടന്നു എന്ന സംഭവത്തിലാണ് തമ്പാനൂർ പോലീസിന് കേസെടുക്കാൻ സാധിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് തിരുവനന്തപുരം പൂജപ്പുര കരമുനയിൽ വെച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുകയും യുവമോർച്ച BJP നേതാക്കളുടെ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തു. വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി തന്നെ നടക്കുന്നു. നാളെ PM-ശ്രീ പദ്ധതി നടപ്പിലാക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് നാളെ സംസ്ഥാന വ്യാപകമായി ABVP വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതിഷേധം വലിയ രീതിയിലേക്ക് അടിച്ചമർത്തിയാലും അത് പ്രതിഷേധാഗ്നി ആളെ കത്തിക്കുമെന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ABVP മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജനാധിപത്യപരമായിട്ട് എല്ലാ സംഘടനകൾക്കും പ്രതിഷേധിക്കാമെന്ന് അല്ലെങ്കിൽ എല്ലാ സംഘടനകൾക്കും വിമർശനം ഉന്നയിക്കാമെന്നിരിക്കെ ഒരു സംഘടനയെ വരുന്ന CPMന്റെ അല്ലെങ്കിൽ DYFIയുടെ SFIയുടെ ഒക്കെ നേതൃത്വത്തിൽ ഈ നടു റോഡിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇവരെ തല്ലിച്ചതയ്ക്കുക, അതിന് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒത്താശ ഉണ്ടാകുക, അതിന് പോലീസിന്റെ ഒത്താശ ഉണ്ടാകുക, അതൊക്കെ ക്രൂരവും അതോടൊപ്പം ഒരു കാലത്ത് നടക്കാൻ പാടില്ലാത്തതുമായിട്ട് സംഭവ വികാസങ്ങളായിരുന്നു കഴിഞ്ഞ 2 ദിവസം തലസ്ഥാനത്ത് ഉൾപ്പെടെ നടന്നത്. അപ്പോൾ വരും ദിവസങ്ങളും നാളെയും ഈ PM-ശ്രീ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ABVPക്കെതിരെ നടത്തുന്ന ഇത്തരം ഈ നരവേട്ടയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അത് അവർ വലിയ രീതിയിൽ അറിയിച്ചിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഗവർണറുടെ രാജ്ഭവനുമായിട്ടുള്ള വിഷയങ്ങളിൽ പോലും SFI അത് അകാരണമായിട്ട് പലപ്പോഴും SFIയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാവാറുണ്ട്. അത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്ത് പോലും SFI ആണ് പലപ്പോഴും ഗവർണറുമായിട്ട് ഏറ്റുമുട്ടുന്ന, അല്ലെങ്കിൽ ഗവർണറെ അങ്ങോട്ട് ചെന്ന് ഏറ്റുമുട്ടുന്ന ഒരു സംഭവം SFIയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് സമാനമായി തന്നെ രണ്ടാമത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വരുമ്പോൾ ആശയപരമായിട്ട് നേരിടേണ്ട വിഷയങ്ങളെ ഒരുപക്ഷെ അത് ഈ ഭാരതാംബ വിവാദമൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഭാരതാംബ വിവാദമൊക്കെ വരുന്ന സമയത്ത് ആശയപരമായിട്ട് വിദ്യാഭ്യാസ
മന്ത്രിയും ആശയപരമായിട്ട് ഇടപെടേണ്ട വിഷയങ്ങളെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാക്കി മാറ്റി വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിവിധ കലാലയങ്ങളിലും SFIയുടെ നേതൃത്വത്തിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് അത് പ്രതിരോധിക്കുന്നവരെ, അത് ചെറുത്ത് നിൽക്കുന്നവരെയൊക്കെ അതിക്രൂരമായിട്ട് പോലീസിന്റെ സഹായത്തോടു കൂടി തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച, അതിനെതിരെ ഒരു ഘട്ടത്തിൽ പോലും സമരസപ്പെടാൻ സാധിക്കില്ല. വരും ദിവസങ്ങളിലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ABVP യുവമോർച്ച ഭാഗത്ത് നിന്ന് അറിയുന്നത്. പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ABVP നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നു. നാളെ സംസ്ഥാനമൊട്ടാകെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ABVP. ടിൻഡു ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.